പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവവചനം ധ്യാനിപ്പാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം 48-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഈ വായിച്ച വേദഭാഗത്തിൻ്റെ ഉള്ളടക്കം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട ദീർഘവർഷങ്ങളായി രക്തസ്രാവം എന്ന് പറയുന്ന ഒരു പ്രയാസത്തിൽ കൂടെ കടന്നുപോയ ഒരു സ്ത്രീ യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യം ലഭിച്ചു. എന്നാൽ ആരും കാണാതെയും ആരും അറിയാതെയുമാണ് അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടതെങ്കിലും യേശുവിൻ്റെ കൂടെ നടന്ന ആളുകൾ ആരും ആ ഒരു സംഭവം അറിഞ്ഞില്ല. എന്നാൽ യേശു കർത്താവ് അതറിഞ്ഞു. യേശു കർത്താവിൻ്റെ ശരീരത്തിൽ നിന്നും ശക്തി പുറപ്പെട്ടു എന്ന് അറിഞ്ഞ കർത്താവ് ആരാണ് തന്നെ തൊട്ടതെന്ന് ചോദിച്ച് മറഞ്ഞിരുന്നതായ ആ സ്ത്രീ യേശുവിൻ്റെ മുൻപിലേക്ക് വരുന്ന ഒരു രംഗം. എന്നാൽ അവളോട് കർത്താവ് പറഞ്ഞൊരു വാക്കിതാണ്: മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. മറ്റൊന്ന്, നീ സമാധാനത്തോടെ പോകും. കർത്താവിനെ തൊട്ടവർ, കർത്താവിൻ്റെ ശക്തി പ്രാപിച്ചവർക്ക് ലഭിക്കുന്ന 2 ഗുണങ്ങൾ. ഒന്ന്, കർത്താവിനെ തൊടുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു രക്ഷയുടെ ആത്മാവുണ്ട്. ദൈവത്തിന് യേശു കർത്താവിനെ തൊട്ടവർ, യേശു കർത്താവിനെ അറിഞ്ഞവർ, യേശു കർത്താവിനെ വിശ്വസിച്ചവരിലേക്ക് വ്യാപരിക്കുന്ന ഒരു രക്ഷയുടെ സന്ദേശം. ഇവിടെ യേശു അതല്ല പറഞ്ഞത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ ഈ സ്ത്രീക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവൾ യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടത്. വിശ്വാസത്തോടെ അവൾ തൊട്ടത് അവൾക്കത് രക്ഷയ്ക്ക് കാരണമായി തീർന്നു. ദീർഘവർഷങ്ങളായി രോഗത്താൽ ഭാരപ്പെട്ട് കഴിഞ്ഞ ഈ സ്ത്രീ അനേക വൈദ്യന്മാരുടെ അടുത്ത് പോയി മാറി മാറി അവർ പറഞ്ഞ ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടും അവളുടെ ഈ രോഗത്തിനൊന്നും ശമനം ലഭിച്ചില്ല. എന്നാൽ യേശു കർത്താവുള്ള വിശ്വാസം യേശുവിലേക്ക് അവളെ അടുപ്പിച്ചപ്പോൾ അവൾക്ക് ദീർഘവർഷങ്ങളായി അനുഭവിച്ചിരുന്ന ഒരു രോഗബന്ധനത്തിൽ നിന്നും അവൾക്കൊരു വിടുതൽ ലഭിച്ചു. കർത്താവിന് സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രക്ഷ ദൈവം നിങ്ങളുടെ മേൽ കൈമാറുക. നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഇന്ന് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്, ഏത് വിഷയത്തിലാണോ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നത്, ഏത് വിഷയത്തിലാണോ നിങ്ങൾ അടയ്ക്കപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരിടത്ത് തളയ്ക്കപ്പെട്ടു പോയത്, ആ വിഷയത്തിന്മേൽ ദൈവം നിങ്ങൾക്ക് വിടുതൽ നൽകാൻ പോകുകയാണ്. രോഗസൗഖ്യം ദൈവം നൽകാൻ പോകുകയാണ്. പാപമോചനം യേശു കർത്താവ് നൽകാൻ പോകുകയാണ്. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ യേശു കർത്താവ് വിടുവിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ മനസ്സിനേറ്റ മുറിവുകൾ യേശു കർത്താവ് ആശ്വസിപ്പിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ സങ്കടങ്ങളിൽ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വ്യാപരിക്കാൻ പോകുകയാണ്. കർത്താവിന്റെ സ്തോത്രം. യേശുവിന്റെ വിശ്വാസം നമ്മെ വലിയ ഒരു രക്ഷയിലേക്ക് നയിക്കുമെന്നുള്ള സന്ദേശമാണ് ഈ പകൽക്കാലം എനിക്ക് നിങ്ങളെ അറിയിക്കുവാനുള്ളത്. രണ്ടാമത്, യേശു കർത്താവിനെ നിന്ന് ശക്തി പ്രാപിക്കുന്നവർക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ഗുണം, അവർക്ക് സമാധാനം ലഭിക്കുക. ഇവിടെ യേശു പറഞ്ഞത്, സമാധാനത്തോടെ നീ പൊക്കോ. സ്തോത്രം. യേശു കർത്താവിന്റെ അടുത്ത് വന്നിട്ടുള്ളവരാരും ഇന്ന് സങ്കടത്തോടെ പോയിട്ടില്ല. വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾ യേശു കർത്താവിന്റെ അടുത്തേക്ക് വാ. യേശു നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുക. യേശു നിങ്ങളെ സന്തോഷത്തോടെ വിളിക്കുക. എന്തിനാണെന്നറിയാമോ? നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സമാധാനം നിങ്ങൾക്ക് തിരിച്ചു തരുവാൻ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായ ആ സന്തോഷമില്ലേ, അത് നിങ്ങൾക്ക് തിരിച്ചു തരുവാൻ. കർത്താവ് പറഞ്ഞൊരു വാക്കിതാണ്: എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ഈ ലോകം നൽകുന്ന പോലെയുള്ള സന്തോഷവും സമാധാനവുമല്ല. നിത്യതയോളം നിലനിൽക്കുന്ന, നമ്മെ പൂർണ്ണതയിൽ എത്തിക്കുന്ന ദൈവത്തിന്റെ സമാധാനം ദൈവം നമ്മളിലേക്ക് കൈമാറുക. ഇന്ന് പകൽക്കാലം ആ സമാധാനം നിങ്ങളിലേക്ക് ദൈവം ഹാൻഡ് ഓവർ ചെയ്യുക, നിങ്ങളിലേക്ക് അത് കൈമാറുക.
ഈ പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളത് പ്രാപിച്ചത്. നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം മാറി സന്തോഷമായി തീരട്ടെ. മനസ്സിനുള്ള നിങ്ങളുടെ വ്യാകുലതകൾ ഇന്ന് പകൽക്കാലം നെഗറ്റീവ് ചിന്തകൾ മാറി ഒരു പോസിറ്റീവ് ചിന്തയിലേക്ക് വാ. നിങ്ങൾക്ക് കഴിയുമെന്ന്. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ നിങ്ങളിൽ നിന്ന് മാറിപ്പോയാലും, നിങ്ങൾ ഇന്ന് ഒറ്റയ്ക്കാണ് പടവെട്ടുന്നതെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദാവീദിന് ചുറ്റും ബലവാന്മാരായ അനേകർ നിന്നു. അതേ, യുദ്ധത്തിന് വേണ്ട സാധന സാമഗ്രികളൊക്കെ കയ്യിലും ദേഹത്തുമൊക്കെ അണിഞ്ഞ് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരുണ്ട്. പക്ഷെ ഒന്നുമില്ലാത്തവനായി മുൻപോട്ടിറങ്ങിയ ദാവീദ് ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴും അവന്റെ കൂടെ നിന്നൊരു ദൈവിക സന്തോഷമുണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്, ദൈവത്തിന്റെ ആത്മാവുണ്ട്. അത് ദാവീദിനെ വിജയത്തിലേക്ക് കൈവരിച്ചെങ്കിൽ ഇന്ന് പകൽവേളയിൽ ദൈവം നിങ്ങൾക്കൊരു രക്ഷയും ദൈവം നിങ്ങൾക്കൊരു സമാധാനവും നൽകുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ സമാധാനം, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനം ദൈവം നൽകാൻ പോകുകയാകയാൽ ഈ കർത്താവിനോട് ചേർന്ന് വരിക. ആ രക്തസ്രാവക്കാരത്തെ സ്ത്രീയിലേക്ക് വ്യാപരിച്ചതായ ശക്തി ഇന്ന് പകൽക്കാലം നിങ്ങളിലേക്ക് ദൈവം കൈമാറാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് അത് ആവശ്യമുണ്ട്? നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങൾ അതിലേക്ക് കടന്നു വരിക. ഈ വചനങ്ങളാൽ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഈ ദൈവത്തിന്റെ ശക്തി നിങ്ങളിൽ മേൽ നിറഞ്ഞു വരട്ടെ. നിങ്ങൾക്ക് രക്ഷയും സമാധാനവും ദൈവം നൽകും. പ്രത്യാശയോടെ മുന്നേറുക. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.